വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് കനിഹ. വിവാഹത്തിന് മുൻപും ശേഷവും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം കുടുംബത്തിനും കരിയറിനും തുല്യ പ്രാധാന്യമാണ് നൽകുന്നത്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴിതാ മരിക്കുമെന്ന ഡോക്ടർമാർ വിധി എഴുതിയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി തന്റെ മകനെ കുറിച്ച് പറയുകയാണ് കനിഹ. ഋഷി ഞങ്ങളുടെ അത്ഭുത ബാലനാണ്. മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടും മരണത്തെ തോൽപ്പിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ പോരാളിയാണവൻ. അമേരിക്കയിലെ ആശുപത്രിയിലായിരുന്നു കനിഹയുടെ പ്രസവം. ജീവിച്ചപ്പോഴേ കുഞ്ഞിന് ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നു. കുഞ്ഞിനെ കയ്യിൽ തന്നിട്ട് ഉടൻ മടക്കി വാങ്ങി. ഒരുപക്ഷെ ഇനി അവനെ ജീവനോടെ കാണില്ലെന്ന് പറഞ്ഞു. തളർന്നുപോയി ഞാൻ. 10 മാസം ചുമന്ന് പ്രസവിച്ച കുഞ്ഞിന്റെ ജീവനാണ് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുന്നത്. ഞാൻ അലറിക്കരഞ്ഞു. ഓപ്പൺ ഹാർട്ട് സർജറി നടത്താനായിരുന്നു ഡോക്ടർമാരുടെ തീരുമാനം. പരാജയപ്പെട്ടാൽ കുട്ടിയുടെ മരണം ഉറപ്പ്. വിജയിച്ചാൽ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപാട് കടമ്പകൾ. പ്രാർത്ഥനയോടെ ഓരോ നിമിഷവും തള്ളി നീക്കി. ഷിർദി സായിബാബയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മനസ്സുരുകി കരഞ്ഞു പ്രാർത്ഥിച്ചു. ആദ്യമായാണ് ഒരു ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുവരെ നല്ല ജീവിതത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും എന്നെ കൊണ്ട് പല പേപ്പറുകളിലും ഒപ്പുവെപ്പിക്കും. കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്നും എന്തെങ്കിലും പറ്റിയാൽ ആശുപത്രിയും ഡോക്ടർമാരും ഉത്തരവാദികളല്ല എന്നുമുള്ള സമ്മതപത്രങ്ങളാണവ. ഒടുവിൽ 50-ാം ദിവസമാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നത്. ICUവിലെ ഏകാന്തതയിൽ കനിഹ പറയുന്നു. സൂചി കുത്താത്ത 1 ഇഞ്ച് സ്ഥലമുണ്ടായിരുന്നില്ല ആ കുഞ്ഞു ശരീരത്തിൽ. 2 മാസം ICUവിൽ മരണത്തോട് പോരാടി വിജയിച്ച ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. മകന്റെ പൊക്കിൾ മുതൽ നെഞ്ചു വരെ ഇന്നും ഓപ്പറേഷൻ കഴിഞ്ഞ തുന്നലിന്റെ അടയാളങ്ങളുണ്ട്. സൂചിമുനയേറ്റ തുളയാത്ത ഭാഗങ്ങൾ മകന്റെ ശരീരത്തിൽ കുറവാണ് എന്നും കനിഹ പറയുന്നു. ഇതുവരെ എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അതൊന്നുമല്ല ജീവിതമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് കുഞ്ഞിന്റെ ജനനത്തിന് ശേഷമാണ്. ഇന്നെന്റെ മകൻ പൂർണ്ണ ആരോഗ്യവാനാണ്, സന്തോഷവാനാണ്. ഇപ്പോൾ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും വരട്ടെ നോക്കാമെന്ന മെന്റാലിറ്റിയാണ് തനിക്കെന്നും കനിഹ പറഞ്ഞു.